ഈ സ്വഹാബി വര്യൻ സയ്യിദുനാ ഹാരിസ അനുഭവ ബോധ്യത്തിൽ മികവാർന്ന അവസ്ഥയിലുള്ള സമയത്താണ് തിരുനബിയുടെ ഈ ചോദ്യം. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഹാരിസ ഇന്ന ലികുല്ലി ഖൗലിൻ ഹഖീഖ ഫമാ ഹഖീഖതു ഈമാനിക്. ഓരോ വർത്തമാനത്തിനും അതിനൊരു സത്യാർത്ഥ പൊരുളുണ്ട്, ഒരു പരമാർത്ഥമുണ്ട്. നീ ഈമാൻ സ്വീകരിച്ചു, അസ്ബഹത്തു മുഅ്മിനൻ ഹഖ്ഖ എന്ന് പറഞ്ഞു, അതിന്റെ ഹഖീഖത്ത് എന്താണ്? വല്ലാത്ത ചോദ്യമാണ്. ഫമാ ഹഖീഖതു ഈമാനിക്. പ്രിയപ്പെട്ട ഹാരിസ, താങ്കളുടെ ഈമാനിന്റെ ഹഖീഖത്ത്. ഇവിടെയാണ് അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഹഖീഖത്തിന്റെ അഹ്ലുകാര്, അഹ്ലുൽ ഹഖീഖ, അഹ്ലുൽ ഹഖായിഖ്, സൂഫികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ പ്രയോഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പഠിപ്പിച്ചത്. ഫമാ ഹഖീഖതു ഈമാനിക്. ബാഹ്യമായ ഉപരിപ്ലവമായ ഒരു ഇസ്ലാമിക ലോകമുണ്ട്, എന്നാൽ ആന്തരികമായി അതിന്റെ മധുരം ആസ്വദിക്കുന്നവരാണ് ഈമാനിക തലത്തിൽ വളർന്നവർ. അല്ലാഹുമ്മ ആമീൻ. അവരുടെ ഹഖീഖത്ത്, ഫമാ ഹഖീഖതു ഈമാനിക്. തിരുനബിയുടെ ചോദ്യത്തിന് മറുപടി സയ്യിദുനാ ഹാരിസ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെയാണ് സൂഫി മഹാരഥന്മാർ ആധ്യാത്മമായി ഈ വഴിയിലൂടെ മുന്നേറുമ്പോൾ അവർക്ക് ഇൽഹാമ്, കശ്ഫ്, ലദുന്നിയായ ഇൽമ്, മഅരിഫത്ത്, ഹഖീഖത്ത്, വലിയ ലോകങ്ങളെ അവർ കീഴടക്കും. അല്ലാഹു തആല അവർക്ക് സമ്മാനിക്കും. ഇതെവിടുന്ന് തുടങ്ങിയതാണ്? പിൽക്കാലത്തല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള ശിഷ്യൻ, മദീന മുനവ്വറയിൽ ജീവിച്ച് ഉഹദ് പോർക്കളത്തിൽ തിരുനബിയുടെ കൂടെ പങ്കെടുത്ത് ഹിജ്റ 13 ഷഹീദായി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ നേതൃത്വം സ്വീകരിച്ച സയ്യിദുനാ ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തിരുനബിയോട് തന്റെ ഈമാനികമായ ആത്മാനുഭവം പറയുകയാണ്. ഫഖാൽ, റസൂലുള്ളാഹിയോടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, വേദാന്ത സത്യങ്ങളുടെ ഉൾപ്പൊരുളുകൾ ആധ്യാത്മ ഗുരുനാഥന്മാർ, സൂഫികൾ പ്രകാശിപ്പിക്കുമ്പോഴും അതുമായൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ബാഹ്യമായ ലോകത്തൂടെ അക്ഷരപുസ്തകങ്ങളിലൂടെ മാത്രം ജീവിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു കഥയും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതുമായൊക്കെ ബന്ധപ്പെട്ട മഹാത്മാക്കളുമായി ഹൃദയബന്ധം, മാനസിക ബന്ധം, അവരുമായുള്ള പരിചരണം, പരിപാലനം ലഭിക്കുമ്പോൾ നമുക്കൊക്കെ ആത്മധൈര്യമുണ്ട്. അല്ലാഹുമ്മ ആമീൻ.